അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമാണ്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് കറയറ്റ സ്നേഹമാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം നിങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു സ്പ്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് ചോയ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈമാണ് ഇതെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഹിഡൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻസേഴ്സ് അറൈവിങ് അതിനുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഓൾറൈറ്റ്, അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് എന്ന് ഇവിടെ പറയേണ്ടി വരും. അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ചേഞ്ചുകൾ വരികയാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി മറ്റൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഈ പേഴ്സണെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്തും നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉള്ളതായിട്ട് കാണുന്നു. കാരണം ഒരുപാട് സെക്ഷൽ അട്രാക്ഷൻ ആകാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. വർക്ക് ഓൺ യുവർ കണക്ഷൻ, അതായത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എന്നും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒന്ന്. ഈ വ്യക്തിയോട് നിങ്ങൾക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നും നിലനിൽക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്കൊരിക്കലും നിങ്ങളെ മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. ഡെഫിനറ്റ്ലി ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ, ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ്. പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹമല്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് കൂടുതലും ഫിസിക്കൽ അട്രാക്ഷൻ ആണ് എന്ന് പറയേണ്ടി വരും. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് 90% ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ ഓർക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിലുള്ള അട്രാക്ഷൻ ആണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ് ആ വ്യക്തിക്കുണ്ട്, നിങ്ങളോടുണ്ട്. മേ ബി നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഹാൻസം ആയിരിക്കാം. ആ ഒരു രീതിയിലാണ് ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെ പുറമേ ഉള്ള സ്നേഹമാണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് പലതവണ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ പക്ഷേ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. നിങ്ങളുടെ സോളിലൂടെ, നിങ്ങളുടെ സോൾ കണക്ഷനാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഹാർട്ടിൽ നിന്നുള്ള സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്നതും. ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ വളരെ പവിത്രമായിട്ടുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് നേരെ ഒപ്പോസിഷൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹമല്ല ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിലാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. ആ വ്യക്തി ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഒരു സമയത്തും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുമിച്ച് യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഒരു ഡേറ്റിങ്ങിനും
വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് കൂടുതലും നിങ്ങളോടുള്ളത് സെക്ഷൽ ഫിസിക്കൽ അട്രാക്ഷൻ ആണ് എന്ന് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ന്യൂ ലവ്. ദാറ്റ് മീൻസ് ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കൂടുതൽ പേർക്കും ഇവിടെ വ്യക്തമാവുന്നു. അതുമല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഗെറ്റ് ടു നോ ഈച്ച് അതർ. നിങ്ങൾ ആ വ്യക്തി ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി, പരസ്പരം മനസ്സിലാക്കി, വീണ്ടും ആ വ്യക്തിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുമോ? സെക്കൻഡ് ചാൻസസ്. ഒരു ചാൻസ് കൂടി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തരണം. മേ ബി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ഈ സിറ്റുവേഷൻ ഒഴിവാക്കി പോയി കാണണം. അതുകൊണ്ട് ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു അവസരം കൂടി നിങ്ങൾ കൊടുക്കുമോ എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് തോന്നുന്നില്ല. കൂടുതൽ പേർക്കും ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച, നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുള്ള, സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു ടൈം കൂടിയാണിത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ടൈമിങ്ങിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു സെപ്പറേഷൻ, അതായത് ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ ചെയ്യേണ്ട ഒരു സമയമാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഒരു സെപ്പറേഷൻ കാണുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇവിടെ നമ്മൾക്ക് വ്യക്തമാവുന്നത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലൂടെയുള്ള പല പല സ്റ്റേജസിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ക്രൈങ് ആൻഡ് ഡിപ്രഷൻ. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷനിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. ജെൻഡർ റോൾസ്. ദാറ്റ് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ആ പേഴ്സൻ്റെ ലൈഫിൽ ഇല്ലാതെ ആ വ്യക്തിയുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളൊരു ഫീൽ. കാരണം ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ പകുതിയാണ് നിങ്ങൾ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. ആ ഒരു കുറവ് ആ വ്യക്തിക്ക് ഒരു സമയത്ത് വളരെയധികം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ക്ഷമയോടുകൂടി ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഹീൽ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിൽ മുഴുവനും നിങ്ങൾ തന്നെയാണ്.